പുതിയൊരു വീഡിയോക്ക് സ്വാഗതം. അപ്പം അങ്ങനെ പുതിയ വീഡിയോക്ക് സ്വാഗതം. ആ ബാക്കിൽ സ്കൂളൊന്നും ഇല്ലല്ലോ, പക്ഷെങ്കിൽ നല്ല വെയിൽ കേട്ടോ. നല്ല വെയിൽ അടിപൊളി അല്ലേ? അടിപൊളിയല്ലേ? ചായ കുടിച്ചാ? തട്ടാരക്കുട്ടി ആക്കിയേക്കണേ. തട്ടാരക്കുട്ടീനെ വേണോ? തട്ടാരക്കുട്ടീനെ വിത്ത ചായ കൂടെ റെഡിയല്ലേ? തട്ടാരക്കുട്ടി നോക്കിയിരുന്ന ഓക്കെ. ഇത് ചെറിയ തട്ടാരക്കുട്ടിയല്ലേ? എന്താ ചായക്കടി? നൂൽപുട്ടും പിന്നെ കടലക്കറി. നൂൽപുട്ടുണ്ട്, ഗ്രീൻ പീസ് ഉണ്ട്, കട്ടൻ ചായ ഉണ്ട് അല്ലേ? അപ്പോൾ അതൊക്കെ ആയിട്ട് ഞങ്ങൾ കുടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇറങ്ങാം. അപ്പോൾ സമയം എന്ന് പറയുന്നത് 8:40. 8:40. അതുപോലെ തന്നെ സീറ്റ് മാറ്റ് കാര്യങ്ങളൊക്കെ ഇന്നലെ കഴുകി വെച്ചതായിരുന്നു. സീറ്റൊക്കെ എടുത്ത് ഉള്ളിൽ കിടണം. വണ്ടിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ഇതൊന്നും വെച്ചിട്ടില്ല. ഞാൻ എന്താ പറയുക, സൈഡ് കർട്ടൻ പോലും തുറന്നിട്ടില്ല. പിന്നെ നമ്മളുടെ വണ്ടി വനവിടെ ഇങ്ങനെ മൂടി വെച്ചേക്കുവാണ്. ഏത് നിമിഷവും തുറക്കപ്പെടും. ആ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുവാൻ നിങ്ങളും ഞാൻ ഒക്കെ. അത് തുറന്നാലേ നമ്മളിപ്പോൾ നാടുവിടൽ നടക്കുള്ളൂ. എന്ത് കുറച്ച് കടലേ? ആയിക്കോട്ടെ. ഒരു ട്രിപ്പുണ്ട് ചെങ്ങന്മാരെ. ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ലോക്കലായിരിക്കാം, നമ്മളുടെ നാട്ടിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മടക്കി ഇതൊന്നും റെഡിയാക്കിയില്ലല്ലോ. ഞാനിപ്പോൾ ചായ കൂടി കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോഴാണ് വന്നത്. അർജൻറ്റായിപ്പോൾ അർജൻറ്റ് കൂട്ടി ഓരോന്ന് എടുത്തു കഴിഞ്ഞാൽ റെഡി ആവില്ല. അതവിടെ സീറ്റ് ഇവിടെ. പറയൂ, എവിടെ മാറ്റ്? ടാറ്റ ഉമ്മ ബായ്. ഗുഡ് നൈറ്റും ഉണ്ടോ ഇപ്പം തന്നെ? ഇപ്പോൾ ഗുഡ് മോർണിംഗ് അല്ലേ? ഓക്കെ, റെഡി ടു ഗോ. നേരെ പോയി എടുക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക. സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്താനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അതെന്തായാലും നിങ്ങൾ രേഖപ്പെടുത്തും. ആയിട്ടില്ല, ചൊവ്വാഴ്ചയല്ല. ചേമാരെ നാട്ടിൽ നിന്ന് പോന്നപ്പോൾ 40 രൂപ കഴിഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ട്. പെടക്കണ ജാതി നമ്മൾ ഇറക്കി വെച്ചിരിക്കണേ. അപ്പം സമയം എത്രയായി വാൾട്ടാ? 9:10 ഞാൻ അവിടെ എത്തി. വാൾട്ട എപ്പോൾ എത്തിയേ? എന്താ അവസ്ഥ? അടിപൊളി. അപ്പോൾ ഓട്ടം കിട്ടാ, ഓട്ടം ഉണ്ടാവും. തെളിഞ്ഞ ഓട്ടം. ഈ കാലം ഞാനൊരു എത്രാമത്തെ വണ്ടിയാ? ഒരു 11ാമത്തെ വണ്ടിയിൽ നിർത്തിയിരിക്കണ്. ഈ നേരത്തെ നാളെ നല്ല കാണില്ല, എന്നാലും ഉണ്ടാവും. കിട്ടണം. നമ്മൾ ഗുരുവായൂർ പോയപ്പോൾ ടാങ്ക് ഫുള്ളാക്കിയത്. അത് കഴിഞ്ഞിട്ട് 2 ദിവസമായി. പിന്നെ എണ്ണ അടിച്ചില്ല. എണ്ണ അടിക്കണം. എണ്ണ പറ്റ കഴിഞ്ഞ് ഒരു 250 അടിച്ചാൽ സൂര്യ ഏതാണ്ട് ഇവർക്ക് വരും. ഈ ലെവലിക്കൊക്കെ വരാൻ സാധ്യത ഉണ്ട്. നമുക്കൊരു 250 അടുത്ത ട്രിപ്പിൽ ഒരു 250 കുത്താം. ഓക്കെ ചെങ്ങന്മാരെ, ലൈനിൽ ഇപ്പോൾ പറഞ്ഞു ബാക്കിൽ. അപ്പോഴാണ് നമ്മളുടെ എൻ്റെ നാട്ടിലൊരുത്ത വർക്ക് ചെയ്യുന്ന സ്കൂളാണത്. അപ്പോൾ ഇവിടേക്കൊന്ന് കൊണ്ടുവന്നാക്കി കൊടുക്കാൻ വേണ്ടി പറഞ്ഞത്. ഏതാണ്ട് ഒരു 40 രൂപയുടെ ട്രിപ്പ്. നമുക്ക് ഇപ്പം തന്നെ 4-8 ഫുൾ ടൈം ഇങ്ങനെ കണക്കുകൾ. ട്രിപ്പ് എത്ര രൂപയുടെ പോയി എന്ന് പറയാം. സാധാരണ അപ്പോൾ പറയണ പോലെ എത്രയായി എന്നുള്ളത് കൗണ്ട് ചെയ്ത് പറയുന്നില്ല. ലാസ്റ്റ് പോക്കാം. അതിൻ്റെ രസം. ഇനി നമ്മുടെ പരിപാടി നേരെ റിട്ടേൺ പോവാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ ഇവിടെ ആരെയും കിട്ടിയിട്ടില്ലെങ്കിൽ പമ്പിൽ കയറണം. ഒരു 250 റുപ്യ ചാർത്തണം. ചാർത്തിയിട്ട് വേണം നമ്മൾക്ക് സ്റ്റാൻഡിൽ കയറാം. ഒരു 250 കാണില്ലേ? ഓട്ടം തന്നു പോകേണ്ടി വരുമോ?
വള്ളപ്പൊക്കത്ത് പോവുകയെ ബേബി ആ അത് മതി കേട്ടോ. നിങ്ങളെ യൂട്യൂബ് കിട്ടാലോ. റെക്കോർഡിംഗ് ആണ്. അതായത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ എണ്ണ കയറിയിട്ടുണ്ട് പറഞ്ഞ അളവക്ക്. ഇനി പോകുന്ന വഴിയിൽ ആരെങ്കിലൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് അങ്ങനെ പോവാം. ആരുമില്ലേ, വളരെ വിജനമായി കിടക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. റോഡൊക്കെ വലിയ തിരക്കൊന്നും കാണാനല്ല, കുറച്ച് കഴിയും വരാന്. ഇന്ന് ശനിയാഴ്ച, ഇന്നലെ വെള്ളിയാഴ്ച ആണെങ്കിൽ ശനിയാഴ്ചയാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. എന്താ വെച്ചാല് സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്നും കളി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതില് എത്രത്തോളം ഉണ്ടോ വെച്ചാൽ 70% ഉള്ളു ചാൻസ്. ഇവിടെ അങ്ങനെ നിക്ക ഇങ്ങനെ ആരിലൊക്കെ വരുന്നുണ്ടോ നോക്ക. ഇതെന്ത് ഇവിടെ ഇറങ്ങിക്കണ ഉദ്ദേശം എന്താ അറിയോ? ഒന്ന്, അവിടെ ആ ഏരിയയില് നമ്മളറിയണ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഓലിന്നെ കാണും. എന്നെ കണ്ടുകൊണ്ട് ഓല് ഇങ്ങോട്ട് വന്ന് വണ്ടി വിളിക്കും. അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇറങ്ങിയിരിക്കണത്. പിന്നെ ഈ ബാക്കിൽ നിന്ന് വരുന്ന ട്രിപ്പ് അതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെയെങ്കിൽ നമ്മൾ വല വിരിച്ച നമ്മളുടെ വലയിലും നമ്മളുടെ കയ്യിൽ റഡാറുണ്ട്. ഞങ്ങളതാ പറയാ, റഡാറ്. അതായത് ഡ്രൈവർമാര് വണ്ടിന്ന് നീക്കാതെ നിൽക്കുക, വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി നിൽക്കുകയൊക്കെ ചെയ്താൽ റഡാർ ഓൺ ആക്കിയിട്ടില്ലേ അറിയും. അപ്പൊ ഒരു 4-5 വണ്ടിന്റെ ഗ്യാപ്പിലുള്ള ഏരിയകളിലൊക്കെ ഈ റഡാറ് അതായത് നമ്മൾ മാന്തും. ആരിലും വന്നാ അത് നമുക്ക് തന്നെ കിട്ടണം എന്നുള്ള ഇതിലാണ് ആ നിർത്തം നിൽക്കുന്നത്. അത്രത്തോളം ശ്രദ്ധയോടെ നിൽക്കുന്നതിന് ഞങ്ങൾ റഡാർ ഓൺ ആക്കുന്ന പറയും. അപ്പൊ റഡാർ ഓൺ ആക്കി നമ്മുടെ റഡാറിൽ കുടുങ്ങി നമ്മളറിയുന്ന ആളുകൾ തന്നെ, ഞാൻ പറഞ്ഞത് അറിയുന്ന ആളുകളാണ് കൂടുതലായിട്ട് നമ്മൾ അങ്ങനെ ഇറങ്ങി നിൽക്കുമ്പോൾ നമ്മളെ കണ്ടുപോരുക. അവർ ചിലപ്പോൾ ഫ്രണ്ടത്തെ വണ്ടി വിളിക്കണം, അല്ലെങ്കിൽ അതിന്റെ ബാക്കത്തെ വണ്ടി വിളിക്കണം എന്നൊക്കെ കരുതി നിൽക്കുന്നതാവാം. പക്ഷെ എന്നാലും ഒരു നോട്ടം അവർ അറിയുന്ന ആരെങ്കിലും ഉണ്ടോ എന്നൊരു നോട്ടം നോക്കും. അത് നമ്മളൊക്കെ അങ്ങനെ തന്നെയല്ലേ, നമ്മളുടെ അറിയുന്ന ആരെങ്കിലൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ ഓട്ടോ സ്റ്റാൻഡിലായാലും അല്ലാതെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്ന ആളുകളാണ്. അത്തരത്തിൽ നമ്മളെ ശ്രദ്ധിക്കും. ആ ശ്രദ്ധയിലാണ് നമുക്ക് ഇപ്പൊ ഒരു ട്രിപ്പ് കിട്ടിയത്. ഒരു ഹോസ്പിറ്റലിലേക്കായിരുന്നു, 30 രൂപ ട്രിപ്പായിരുന്നു. അവർ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളാണ്. മുടയംകോടുള്ളതാണ്, വേലയേറ്റം എന്നാണ് പേര്. മോളാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ വീഡിയോ കാണല്ലോ. മോളുടെ കൈ കഴിഞ്ഞിട്ട് ഒരു പരിക്ക് പറ്റിയിട്ടുണ്ട്, ചെറിയൊരു ആക്സിഡന്റ്. കുട്ടികൾ കളിക്കുമ്പോൾ പറ്റണ്ട, എന്തായാലും കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് സുഖമാവും. നമ്മള് അങ്ങടിയിലേക്ക് തന്നെ, ലൈനിലേക്ക് തന്നെ. ഇതെങ്ങനെ ലൈനിലുണ്ട്, അടുത്ത് എവിടേക്ക് നോക്കാം. അതിനു വേണ്ടി തയ്യാറാണ്. ബീബി, ഞാൻ ഓനോട് നമ്മുടെ പ്രൈവറ്റ് ഓട്ടോറിക്ഷയ്ക്ക് ഒരു കർട്ടൻ ചോദിച്ചിരുന്നു. ഓന്റെ പഴയൊരു കർട്ടൻ. അത് മതി, താങ്ക് യുടാ. അതിന്റെ പേരെന്താണ്? യാഷിക്കോ? യാഷിക്കാണല്ലേ? ഞാൻ ആഷിക്കാണ് ഇത്. ഞാൻ മറ്റേ ബനോട് വെച്ചപ്പോ ആഷിക്കാണ് പറഞ്ഞു. യാഷിക്കാണല്ലേ? പുതിയ കളിക്കാരാണ്, പക്ഷെ ഇതിലൊക്കെ പെരുങ്കളിക്കാരായി. അതൊക്കെ മെയിനായി. എന്തായാലും ഞാൻ അവനോട് ഒരു കർട്ടൻ ചോദിക്കുന്നുണ്ടോ. ഞങ്ങളിങ്ങനെയാണ്, അത് നമ്മുടെ പ്രൈവറ്റ് ഓട്ടോറിക്ഷയ്ക്ക് ഒരു പഴയ കർട്ടൻ ഉണ്ടെങ്കിൽ പറയട്ടെ എന്ന് പറഞ്ഞത്. ആ കർട്ടൻ നമുക്ക് അതിനെ മൂടിയിടാനും അതുപോലെ തന്നെ നമ്മുടെ യാത്രക്കൊക്കെ ചെറുകിട കർട്ടനൊക്കെ മതി നമുക്ക്. അപ്പൊ അതായി ആടാ അവനെ ഒരു കർട്ടൻ നമുക്ക് വരാനുണ്ട്. അത് ഈ കർട്ടനായിരുന്നു. ചെങ്ങന്മാരെ സ്റ്റാൻഡില് ലൈനില് ഒരു 10:10 ആയപ്പോ ഇങ്ങനെ ഇരുന്നതാണ്. അതൊരു 10:10 ആയപ്പോഴല്ല, 10:10 നമുക്ക് ട്രിപ്പ് കിട്ടിയതാണ്. 90 രൂപയുടെ ട്രിപ്പായിരുന്നു. ഞാൻ ചാർട്ട് എടുക്കാനാവാം. അവിടുന്ന് പോന്നപ്പോ 2 ആളെ മടക്കം കിട്ടി. അതായത് ഞാൻ ആ കൊണ്ടുവിട്ട ട്രിപ്പ് ഉണ്ടല്ലോ, അത് 90 രൂപയുടെ ട്രിപ്പായിരുന്നു. 2 ആളെ മടക്കം കിട്ടി. അത് 20, അങ്ങനെ 110 രൂപയുടെ ട്രിപ്പ്. ഇപ്പൊ സമയം 10:30 നമ്മൾ സ്റ്റാൻഡിലേക്ക് കയറും. ഓ മൈ ഗോഡ്, ഞാൻ എന്താണ് ഈ കാണുന്നത്? എന്റെ സ്റ്റാൻഡിൽ വണ്ടി കുറവോ? മതിയാക്കണ്ട, സിഗ്നലിട്ടിക്കണ്, കൈ കാണിക്കുന്നുണ്ട്, കൈ കൊണ്ടുള്ള ഹാൻഡ് സിഗ്നൽ കാണിക്കുന്നുണ്ട്. ഇൻഡിക്കേറ്ററൊക്കെ ഇടാതെ തിരിയല് വളരെ കുറവാണ് ചെങ്ങന്മാരെ. നിങ്ങൾ ഓട്ടോറിക്ഷക്കാരെ കുറെ ആൾക്കാർ ഇങ്ങനെ ഞാൻ റീലിലൊക്കെ കാണാറുണ്ട്. ഒരു 100-ൽ 3 പേര് ചെയ്താ ബാക്കി 97 പേരും അങ്ങനെയാണെന്നല്ല. ഈ ബൈക്കിൽ എത്രയോ ആളുകൾ ബൈക്കിന് പോകുന്നവര്, ഞാനും ബൈക്ക് ഓടിക്കുന്ന ആളാണ്. ഇപ്പൊ ഞാൻ തന്നെയാണെങ്കിലും ബൈക്കിന് പോകുന്ന സമയത്ത് ചിലപ്പോ ഇൻഡിക്കേറ്റർ ഓഫ് ആക്കാൻ മറക്കാറുണ്ട്. വലത്തേക്ക് ഇട്ടിട്ട് ലെഫ്റ്റിക്ക് പോകുന്ന സംഭവങ്ങളുണ്ട്, റൈറ്റിക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് ലെഫ്റ്റിക്ക് പോകുന്ന സംഭവങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെങ്കിൽ വഴി കേൾക്കുന്നത് ഓട്ടോക്കാർ മാത്രം, സിഗ്നലില്ലാതെ തിരിയും. ഇതൊക്കെ എല്ലാവർക്കും സംഭവിക്കുന്നതാണ് അല്ലേ? മനുഷ്യരല്ലേ? അതൊക്കെ ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റത്തിലാണെങ്കിൽ വലിയ വിഷയമല്ല. ഓട്ടോമാറ്റിക് അല്ലാതെ കാറിനൊക്കെ ഓട്ടോമാറ്റിക് ആണല്ലോ. ഓട്ടോമാറ്റിക് അല്ലാത്ത വിഷയം വരുമ്പോൾ ചിലപ്പോൾ മറന്നു പോകും. നമ്മൾ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ചിന്തയിലായിരിക്കാം വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഡ്രൈവിങ്ങിൽ തന്നെ വണ്ടി ഇങ്ങനെ പോകണം, അങ്ങനെ പോകണം, ഈ ഗിയർ ഒപ്പം ഇങ്ങോട്ട് മാറ്റണം, അങ്ങനല്ലല്ലോ. നമ്മൾക്ക് പല ചിന്തയും നമുക്ക് ഡ്രൈവിങ്ങിൽ വരും, എല്ലാവർക്കും വരും. അപ്പൊ അങ്ങനെ ഓടിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഇൻഡിക്കേറ്റർ ചിലപ്പോൾ മറന്നൊക്കെ പോകും. ശ്രദ്ധിക്കണം എല്ലാവരും, മറക്കാൻ പാടില്ല. നമ്മളത് പരമാവധി മറക്കാതെ
കൃത്യമായ സിഗ്നൽ കൊടുക്കുക എന്നുള്ളതാണ് മറ്റുള്ള വണ്ടിക്കാർക്ക്. അത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ആക്സിഡന്റ് സംഭവിക്കും. ന്യായീകരിക്കല്ല, ഇതൊക്കെ എല്ലാവർക്കും ഉള്ളതാണെന്ന് പറയാം. ഭയങ്കര ഓട്ടോട്ടോ, ഭയങ്കര ഓട്ടം പറഞ്ഞാൽ ഭയങ്കര ഓട്ടം, വണ്ടി കുറവാ. മുജിയാക്ക് ഇവിടുന്ന് പോയതാ, മുജിയാക്ക് ലൈനിന്ന് പോയ വണ്ടിയാണ്. ആ വണ്ടി ഒരാളെ കിട്ടിയില്ല, ആൾക്കാർ വിളിച്ചിട്ടില്ല തോന്നുന്നു. ഏതായാലും ഞാൻ ഫസ്റ്റ് ക്യാപ്പൊക്കെ എത്തിയത് വെറും 5 മിനിറ്റ് കൊണ്ട്. ബാക്ക് കൊണ്ടുപോയി നിർത്തിയിട്ട് 5 മിനിറ്റ് കൊണ്ട് ഫസ്റ്റ് ക്യാപ്പ് എത്തിയത്. നമുക്ക് ഒരിക്കലും കിട്ടുമോ, നമ്മളത് വേട്ടാവളി വരെ പോകുന്നുണ്ട്. അപ്പോൾ കുഴപ്പമില്ല കേട്ടോ, ഇന്നത്തെ കളി ഉണ്ടാവുന്നു. ഞാൻ പറയാം, ഇന്ന് കളിക്ക് പ്രതീക്ഷയുള്ള ദിവസമാണ്. കളി ഉണ്ടാവും. ഫോണക്കൊന്നും കളിക്കണില്ല, നോക്കാം, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു ലക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ലക്കിനൊക്കെ ഒരു പ്രതീക്ഷയുള്ള ദിവസം. എന്താ അറിയില്ല, ലക്ക് വരാൻ സാധ്യത ഉണ്ട്. കിട്ടി ഒരു 50 റുപ്യൻ്റെ ട്രിപ്പാണ് നമ്മളിപ്പോൾ മുന്നിൽ ഇരുന്നിട്ട് കിട്ടിയേട്ടോ. നാട്ടിൽ ചാത്രാൻപോയിൽ നാട്ടിൽ തന്നെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങടിയിലേക്ക് തന്നെ പോവുകയാണ്. സമയം 11 മണിയായി. കഞ്ഞി കുടിക്കണോ പൊറാട്ട തിന്നണോ എന്നങ്ങനെ ആലോചിക്കാണ്. കഞ്ഞി വേണ്ട, പൊറാട്ട ആക്കാം. കഞ്ഞിക്കൊന്നും ഉണ്ടാവുന്നില്ല, വെറും കഞ്ഞി കുടിച്ച് പോകട്ടെ. ഇതിലാണെങ്കിൽ റോഡ് ഭയങ്കര മോശമാണ്. ഇത്തരം റോഡിന് ഓട്ടോറിക്ഷക്കാർ ചാടിക്കഴിഞ്ഞാൽ ഓട്ടോറിക്ഷൻ്റെ മൗണ്ട്, അത് ഈ വീല് ഇങ്ങനെ കറക്കുന്ന ഒരു ഏരിയ, അവിടെ അത് കണക്ട് ചെയ്യുന്ന ഏരിയയുള്ള ഒരു ഭാഗമാണ് മൗണ്ട് എന്ന് പറയുന്നത്. ഈ മൗണ്ടിൻ്റെ ഉള്ളിലേക്കാണ് ചെയ്സ് വെക്കുക. ഈ ചെയ്സ് മൗണ്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അടിച്ചു. അപ്പൊ ഈ ചെയ്സിന് കട്ടയും മിന്നെന്ന് പറഞ്ഞിട്ടൊരു സാധനമാണ്. അത് പൊട്ടാനും ഈ മൗണ്ടിന് സ്ക്രാച്ച് പോകാനും മൗണ്ട് പോകാനും ഒക്കെ സാധ്യതയുള്ള റോഡുകളാണ് അജാജി റോഡുകൾ. പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളതിലും പോവാ, ആൾക്കാരെ കൊണ്ടുവിടാന്നുള്ളതാണ്. നിർത്തും തന്നെ ഒരു 9ാമത്തെ വണ്ടിയായിട്ടാണ്. എന്നത്തെയും പോലെയല്ല, ഇന്ന് നല്ല രീതിയിൽ വണ്ടി അനങ്ങുന്നുണ്ട്, നല്ല അനക്കുണ്ട്. അത്യാവശ്യം നല്ല തിരക്കേടില്ലാത്ത കളി കളിക്കുന്നുണ്ട് കേട്ടോ. ഞാനിങ്ങോട്ട് പോന്നപ്പോൾ എനിക്ക് 2 പേരെ മടക്കം കിട്ടിയതാണ്. അടിപൊളി. പിന്നെ ബാക്കിൽ വണ്ടിയൊന്നും ഇല്ലല്ലോ, ഇല്ല. അതായത് ഞാനിപ്പോൾ ഒരു 7ാമത്തെ വണ്ടിയായിരുന്നു, 7ാമത്തെ 6ാമത്തെ വണ്ടിയായിട്ടുണ്ടാവും. എൻ്റെ ബാക്കിൽ വണ്ടികളൊന്നുമില്ല. എന്താ പറയുക, അടിപൊളി. ഇന്ന് ഓടും, എങ്ങനെയൊക്കെ ആയിട്ട് ഇന്ന് ഓടാൻ സാധ്യതയുണ്ട്. പക്ഷെ ഫോണിക്കൊന്നും വരുന്നില്ല, ഫോണും കൂടിയാണ് കാരണം ഇപ്പോൾ പവറാവാം. സമയം 12 മണിയായി. ഇവിടെ നല്ല പൊരിഞ്ഞ ഓട്ടത്തിലാണ് എല്ലാവരും. ഞാൻ മാത്രം ഓടുന്നില്ല, ഞാൻ അവിടെ വെറുതെ ഇരിക്കുകയാണ്. അയ്യോ, എന്താ പറയുക, ഒരു ലോക്കലേ അടുത്ത് അത് ഞാൻ ഞങ്ങൾ കാണിച്ചില്ല, അല്ലാത്തൊന്നും കിട്ടിയില്ല. അവിടെ ആണെങ്കിൽ മഴ പെയ്യുന്നുണ്ട്, ബ്ലോക്കാവുന്നുണ്ട്, ആകെ പ്രശ്നമാണ്. സ്റ്റാൻഡിൽ നിന്ന് ഒരു ലോക്കൽ കിട്ടി. സമയം ഇവിടെ 12:10 12:10 നേരത്തെ ഒരു ലോക്കൽ. ഏതായാലും കുഴപ്പമില്ല, കൊള്ളാം. മലപ്പുറത്തിൻ്റെ ലോക്കലാട്ടോ. ഇപ്പുറത്തെ കണ്ട നല്ല കപ്പയുണ്ട്, പൂള. ഞങ്ങളുടെ അടുത്ത് പൂളെന്ന് പറയാം, കുളത്തോട്ടം, വായത്തോട്ടം, തെങ്ങ്, കവിങ്ങ്. ഇപ്പുറത്ത് നെല്ല് കൊയ്ത് കഴിഞ്ഞ് പുല്ലുണ്ടായിക്കണേ. അയ്യോ, അങ്ങാടിക്ക് തന്നെ പോവാം നമുക്ക്. ചെങ്ങന്മാരെ, സമയം 1:10 1:10 ഞാനൊരു ലോക്കിൽ പോകുന്നതാണ്. ഈ ലോക്കില് എന്താ പറയാ, മടുക്ക. ഒരു ലോക്കിൽ ഒരു 100 റുപ്യൻ്റെ അല്ലെങ്കിൽ 150 റുപ്യൻ്റെ ട്രിപ്പ്, 100 റുപ്യൻ്റെ മേലേക്ക് ട്രിപ്പ് തന്നെയല്ലോ. പരിപാടിയൊക്കെ ഉണ്ട്. നമുക്കെന്താ വെച്ചാൽ 30 ഓടി കായാവൻ കുറച്ച് പണിയാണ്. അങ്ങോട്ട് ആയി കിട്ടൂലേ, അത് ആലോചിച്ചിട്ടാണ് ഇപ്പോൾ എന്താ ചെയ്യുക. അതന്നെ ഉള്ളൂ. മുന്നിക്കെത്തുന്ന ഒരു ലോക്കല് 50 അല്ലെങ്കിൽ 30, 40, 50, 30 ഇതൊക്കെയാണ് ഓട്ടത്തിന്റെ കണക്ക്. കയറ്റം കയറുന്ന വാഹനത്തിന് മുൻഗണന കൊടുത്തപ്പോൾ 30 എനിക്ക് മുൻഗണന. പോട്ടെ. നല്ല മഴയാണ്. നല്ല മഴ എന്ന് പറഞ്ഞാൽ ഒരു മിഡിൽ ലെവലിൽ ഇങ്ങനെ പെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ സമയം 1:30. ഒരു ട്രിപ്പ് കിട്ടുമെന്ന് അറിയില്ല. ഞാനിപ്പോൾ ഓൺലൈനിൽ ഞാനൊരു മൈക്ക് കിട്ടാൻ വേണ്ടിയിട്ടേ, നമുക്ക് വലിയൊരു മുതൽ മുടക്കില്ലാത്ത ഇത് തന്നെ ഇപ്പോൾ 6,000 റുപ്യോളം ഞാൻ ചിലവാക്കിയത്. എനിക്ക് നമ്മുടെ അച്ചായൻ വാങ്ങി തന്ന മൈക്കാണ്. അന്ന് അച്ചായനോട് പറഞ്ഞാണ് നല്ല വാങ്ങിക്കും. ഞാൻ അങ്ങനെയുടെ പൈസ ചിലവാക്കേണ്ട കരുതിയിട്ട് ഞാൻ ഒരു 6,000 റുപ്യന്ന് വാങ്ങിയതാണ്. കുഴപ്പമൊന്നുമില്ല. ഇനി വലിയൊരു പിന്നിൻ്റെ പ്രശ്നം മാത്രമല്ലേ ഉള്ളൂ. ഞാനൊരു മൈക്ക് ഓർഡർ ചെയ്തേക്കണം. അതിന് എത്രത്തോളം നന്നാവും വെച്ചാൽ അറിയില്ല. വലിയ വില ഒന്നുമില്ല, 6,000 റുപ്യോളതിന് വില ഉണ്ട്. ഇപ്പോൾ ഓഫറിൽ ഇങ്ങനെ കണ്ടപ്പോൾ എടുക്കുകയാണ് ഞാൻ. അത് ഓഫർ ഇട്ടതിന് ചിലപ്പോൾ അത് മോശമായതുകൊണ്ടാവാം. അതും പിന്നെ ഒരു സാധനം കൂടി ഉണ്ട്. ഈ സ്റ്റാൻഡ് മുതൽ ഇങ്ങനെ ഷേക്ക് ആവുന്നുണ്ട്, ഇറക്കാണ്. അത് നിങ്ങൾക്ക് ആ ബെറയിൽ കാണുമ്പോൾ മനസ്സിലാവണില്ലല്ലേ. ഈ സ്റ്റാൻഡ് അതുമാതിരി ഇങ്ങനെ കണ്ട ഇത് ക്യാമറയും കൂടി വരുമ്പോൾ ഡബിളാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 360 ഡിഗ്രി തിരിയുന്ന ഇതുപോലത്തെ ഒരു കണാപ്പുണ്ട്.
അതിവിടെ എവിടെയെങ്കിലും പൊട്ടിക്കേ അല്ലെങ്കിൽ ഇത് പൊട്ടിക്കേ എന്തെങ്കിലുമൊക്കെ കാട്ടാം എന്ന് കരുതണേ. അതിന് വലിയ വില ഒന്നുമില്ല, എന്നാലും വില ഉണ്ട് കേട്ടോ, 1500 വില ഉണ്ട്. അത് ഇത് രണ്ടും പാടെ ഓടെ ഒക്കെ 3-ാം തീയതി വരുള്ളൂ. 3-ാം തീയതിക്ക് ശേഷം നമുക്ക് ഈ മൈക്കിൻ്റെ സൗണ്ടിൻ്റെയും വിഷ്വലിൻ്റെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആവുള്ളൂ കേട്ടോ. പ്ലീസ് വെയിറ്റ്. 1:45 അപ്പോൾ ഇനി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകാം. ഒരു 60 രൂപയുടെ ട്രിപ്പ്, 3 കിലോമീറ്റർ ദൂരത്തേക്കുള്ള ട്രിപ്പായിരുന്നു. 3 കിലോമീറ്ററിനുള്ളിലേക്ക് വരുന്ന, അത് 2:30 കഴിഞ്ഞ് 3-ൻ്റെ ഉള്ളിലേക്ക് വരുന്ന ട്രിപ്പുകളൊക്കെ ഞങ്ങൾ 60 രൂപയാണ് മേടിക്കാറ്. 60 രൂപയാണ് വാടക ഇവിടെ. അപ്പം അത് കഴിഞ്ഞു, ഇനി നേരെ വീട്ടിലേക്കാണ്. അതിലുണ്ടാവും, അതിലിപ്പോൾ ഹായ് ചൊറുക്കൂട്ട ഒരുങ്ങ നോക്കട്ടെ ഒരുങ്ങിയത് കണ്ണു തുറക്കല്ലേ, പൊട്ട് ഒക്കെ ഇട്ടിക്കണ കേട്ടോ. ഏതായാലും വീട്ടിലാണ്, വീട് കാര്യമില്ല, ഭക്ഷണം കഴിക്കാം. ചോറാകുമ്പോ ചോറിന് പോവുക. നമുക്ക് ഉച്ച വരെയുള്ളൊരു കളക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി എത്രത്തോളം ഓട്ടം റൈറ്റാ. ഞാൻ ഹോട്ടലിലേക്ക് ചൂണ്ടിടാൻ പോണില്ല, നാളെ ഹോട്ടലിലേക്ക് എന്തായാലും ചൂണ്ടിടാനായിരിക്കും. ഇതിലേക്ക് ഒന്ന് പോകണം. എന്നും ഈ ഓട്ടം ഓട്ടല്ല എന്തടി എന്താ കൊയ്ന്ത് കാട്ടണോ? കൊയ്ന്ത് കാട്ടണോ? കൊയ്ന്ത് കാട്ടണോ? കൊയ്ന്ത് കാട്ടണോ? കൊയ്തെത്തിയാണ് അവരെ കാട്ടൻ്റെ ചെവി പിടിച്ച് വലുതരാക്കണേ. കൊയ്ന്ത് കാട്ടണോ? കൊയ്ന്ത് കാട്ടണ്ടോ? ചോറാട്ടെ. എന്താ ചോട്ടിക്ക് കറി? ചോട്ടിക്ക് എന്താ കറി? ഉപ്പേരി. മീന് എന്ത് മീനാ? എടേ എന്ത് മീനാ? മാറ്റി. മെറ്റിയനും പോടാ. ഇവിടെ എന്താ ഇതാര് കൊണ്ടെന്നാ? ഞാനല്ല, ഇത് കാക്കു തന്നതാവോ അല്ലേ? പല്ലില്ലാത്തവളാണ്, കണ്ടല്ലേ നിങ്ങള്? പല്ലില്ലാത്തവള്. 3:50 2:50 2:50. ആര്യം ഉണ്ടാകുമ്പോൾ പിന്നെ ഉച്ചയ്ക്ക് പോകാൻ അത്ര പെട്ടെന്ന് പോകാൻ വേണ്ടി തോന്നാറില്ല. ഇവിടെ കല്ല് വെച്ചിരുന്നു. ഇവിടെ കല്ല് നമ്മുടെ ഈ വണ്ടിൻ്റെ ഓട്ടോറിക്ഷൻ്റെ മറ്റൊരു പ്രശ്നമാണത്. എവിടെ നിർത്തിയാലും ഒരു കല്ലും കൂടി വെക്കണം. ഗിയറിലിട്ട് നിർത്തിയാലാണെങ്കിലും ഇനിയിപ്പോൾ ഒരു ഹാൻഡ് ബ്രേക്ക് ഉണ്ടെങ്കിലും ഒരു കല്ല് വെച്ചാലേ അതിന് സമാധാനമുള്ളൂ നമുക്ക്. ഹാൻഡ് ബ്രേക്ക് നിമിഷം കട്ടായി പോവാം, ഗിയറിന്ന് കുത്തി ഇറങ്ങി. പിന്നെ ഉച്ചവരെയുള്ള ഓട്ടം അത്ര വലിയ മോശം പറയാമല്ല, ഇന്നലത്തെ അത്ര അല്ല, എന്നാലും കുഴപ്പമില്ല. ഇറങ്ങി നോക്കാൻ നമുക്ക്. 3 മണിക്ക് ലൈനൊക്കെ എത്തിക്കണം. മഴയാണ്, വേഗം തള്ളിയിട്ട് കയറിയിരിക്കുക. 3 മണിക്ക് എത്തിയിട്ടുണ്ടാകും. നോക്കാം. ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങി ഒരു 40 രൂപയുടെ ട്രിപ്പാണ് നമുക്ക് ആദ്യം തന്നെ കിട്ടിയത്. സമയം 4:05. 1 മണിക്കൂറായിട്ട് ഏതാണ്ട് ഒരു 5 മിനിറ്റിന്റെ കമ്മി കൂടി ഉള്ളൂ. ട്രിപ്പ് കഴിഞ്ഞ് ചിലപ്പോൾ സ്റ്റാൻഡിൽ എത്തുമ്പോഴേക്കും 1 മണിക്കൂറാവും. നമ്മൾക്കൊക്കെ മുമ്പൊക്കെ ഈ റിട്ടേൺ പോകുമ്പോൾ ആളുകളെ കിട്ടിയിരുന്നു. ഇപ്പൊ അതില്ല, റിട്ടേൺ പോകുമ്പോൾ ആളുകളില്ല, കുറവാണ്. ചെങ്ങായിമാരെ, എന്താ പറയാ, ഇന്ന് ആദ്യത്തെ ഫോൺ ട്രിപ്പ്. അത് ഈ നേരത്താണെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതുവരെ നമുക്ക് ഫോൺ ട്രിപ്പ് കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ നമുക്കൊരു ഫോൺ ട്രിപ്പ് വന്നിട്ടുണ്ട്. അപ്പൊ അത് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇത് ഏതാണ്ടൊരു എന്താ പറയാ 80 റുപ്യന്റെ ഒക്കെ ട്രിപ്പ് ആയിരിക്കാം. ഇവിടെ ഈ പഞ്ചായത്തിന്റെ അവിടെ നിന്ന് താഴത്തേക്കാണ് പോകേണ്ടത്. ഞാൻ പണ്ട് ഡെക്കറേഷനിൽ വർക്ക് ചെയ്തെന്ന് പറഞ്ഞില്ലേ, ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബിൽഡിങ്ങിലുള്ള ഈ സുമക്കിരി ഡെക്കറേഷനിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തിരുന്നത് കേട്ടോ. എന്റെ മുതലാളി ഉണ്ട് അവിടെ ഇരിക്കും. എന്റെ മുതലാളി എന്റെ ചെങ്ങന്മാരെ കിട്ടി ബോധിച്ചു. കിട്ടി നമുക്കും കിട്ടി പറഞ്ഞ വലുതന്നെ കിട്ടി. വലുതനെ അതൊരു 140 രൂപയുടെ ട്രിപ്പ് കിട്ടി. കുറച്ച് ദിവസമായി ഇതുപോലത്തെ ഒരു ട്രിപ്പൊക്കെ കിട്ടിയിട്ട് ഇന്നാണ് ഒരു 140 രൂപയുടെ ട്രിപ്പ് കിട്ടിയത്. അതെന്തായാലും അടിപൊളി. ഞാനിപ്പോ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് വണ്ടൂരിൽ നിന്നും പൂക്കോട്ടുംപാടത്തേക്ക് പോകുന്ന വഴിയിൽ ആട്ടക്കുളം എന്ന് പറയുന്ന സ്ഥലം.
ആ ഒരു സ്ഥലത്തിന് കുറച്ചും കൂടി ഉള്ളിലോട്ട് കയറിയിട്ടൊക്കെ ഉള്ള ഒരു ഏരിയയിലേക്കാണ് വന്നിട്ടുള്ളത്. ഇവിടേക്ക് കറക്റ്റ് എന്താ പറയുക എനിക്കറിയില്ല. ഇവിടെ മെയിൻ റോഡിന്റെ സ്റ്റോപ്പിന് മാട്ടക്കുളം എന്നാണ് പറയാ. ഞങ്ങളുടെ നാട്ടിലെ ഓരോ ചെറിയ ചെറിയ സ്ഥലപ്പേരുകളാണ് അതൊക്കെ. ജസ്റ്റ് ഞങ്ങൾക്ക് അതൊക്കെ ഒരു ആണ് പറഞ്ഞു തരാൻ തന്നെ ഉള്ളൂ. ഞങ്ങൾക്ക് ഭാവിയിൽ ഉപകാരപ്പെടുന്നില്ല, എന്നാലും കിടക്കട്ടെ. അപ്പൊ ഞാൻ മെയിൻ റോഡ് എത്താനായിട്ടുണ്ട്. മെയിൻ റോഡിൽ ഇനി നേരെ വാണിയമ്പലത്തേക്ക് പോകും. വാണിയമ്പലത്തേക്ക് നേരെ വാണിപ്പൂർ. ഇവിടെ മാത്രം ഒരു ചെറിയൊരു മഴ പെയ്ത്, എന്നാലും ഇന്ന് വളരെ കുറവാണ് മഴ വളരെ കുറവാണ്. ഇതുവരെ ഒരു ലക്ക് പോലും കിട്ടാതെ നിൽക്കുമായിരുന്നു. ഇതാ ഫോൺ ട്രിപ്പാട്ടോ. പക്ഷെങ്കിൽ ഇപ്പൊ സമയം ഒരുപാടായി. ഈ പോയ ട്രിപ്പ് കഴിയാനേ ടൈം ഓരോ എടുത്തു. 5:20 ശരിക്കൊരു 10-12 മിനിറ്റ് കൊണ്ട് തീരേണ്ട ട്രിപ്പാണ് ഇതൊക്കെ. പക്ഷെ അവർക്ക് 1-2 സ്ഥലത്ത് നിൽക്കേണ്ടിയൊക്കെ വന്നു സാധനങ്ങൾ വാങ്ങിക്കാനേ. സാധനങ്ങൾ വാങ്ങിക്കാനും അല്ലാതെയൊക്കെ കുഴപ്പമില്ല. ഫോൺ ട്രിപ്പ് ആകുമ്പോൾ നമ്മൾ അന്നത്തെ കേസിലൊക്കെ നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അല്ലാത്ത ട്രിപ്പൊന്നും പിന്നെ അത്ര കണ്ട് നമ്മളെ എവിടെ നിർത്തിക്കൊന്നുമില്ല. മറ്റുള്ളവർ പിന്നെ നമ്മളെ ആൾക്കാരല്ലേ, അവർ നിന്നോളും എന്നുള്ളൊരു മൈൻഡ് അവർക്ക് ഉണ്ടായത് കൊണ്ട് തന്നെ നമ്മൾ നിർത്താൻ അങ്ങനെ വെക്കട്ടെ. ചെങ്ങന്മാരെ കുറേ നേരം തള്ളി. അവിടെയൊക്കെ ആളുകൾ ബസ് അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പം സമയം 6:05 നല്ല വെയിൽ. 6:05 നേരത്തെ നമ്മളെ എടായ് ഇവിടെ നിന്ന് നോക്കിയാലേ ഒരുപാട് നല്ല കാഴ്ച കാണാം. മറാക്കട ചായ കൊണ്ടുപോകണം. ഒരു ചായ തരുമോ? തരാം, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ 6 മണിയായി. ഞാൻ പിന്നെ ഒരു ട്രിപ്പ് കിട്ടിയില്ല കേട്ടോ. ഞാൻ ഇതിൻ്റെ ഇടയിൽ ചായ കുടിക്കാൻ വേണ്ടി പോയി, ക്യാമറ ഉണ്ടാകാൻ വേണ്ടി പറ്റി. അത് കുഴപ്പമില്ല, ഒരു ചായ കുടിച്ച് പോകുന്നു അത്രേ ഉള്ളൂ. വൈകുന്നേരം ചായ വിജനൊന്നല്ല. എന്നാൽ അങ്ങോട്ടിൽ ആളൊക്കെ ഉണ്ട്. ഓടുന്ന കുറേ ആൾക്കാർക്കൊക്കെ ലോങ് കിട്ടിയില്ലായിരുന്നു. എനിക്ക് കിട്ടിയില്ല, ആയിക്കോട്ടെ. എന്നാലും ലൈനിൽ നോട്ടം ഉണ്ടാകുന്നുണ്ട് അറിയാം. കുഴപ്പമില്ല, ഓക്കെയാണ്. ഞാൻ ഓക്കെ അല്ലെങ്കിലും ബാക്കിയുള്ളവരൊക്കെ ഓക്കെ. ഞാൻ ഓക്കെ ആണല്ലോ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ അറിയുള്ളൂ. നമുക്കൊരു ഒരൊറ്റ ട്രിപ്പ് കൂടി ലക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഓക്കെ. അങ്ങാടിയുടെ നടമാറ്റം. ചെങ്ങൈമാരെ ഒരു ലോക്കൽ കിട്ടിയതാണ്. ലോക്കലുകൾ മാത്രമേ കിടക്കണുള്ളൂ. വലിയ മീനൊന്നും കൊത്തുന്നില്ല. ചെറിയ ചെറിയ കോട്ടിയും പെരലുമാണ്. കോട്ടിയും പെരലിൽ നിന്നും ഒരു പ്രാവ് വേണ്ട. ഈ പറഞ്ഞ ഈ റേഞ്ചിൽ ഒരു 2 കിലോ റേഞ്ചിലൊക്കെ ഉള്ളതെന്ന് കിട്ടിയെങ്കിൽ അടിപൊളി. വെറും കോട്ടിയും പെരലുമാണ്. ഏതായാലും കോട്ടിയും പെരലും എടുത്ത് അങ്ങനെ നടക്കുകയാണ്. ഞാൻ അങ്ങാടിയിലേക്ക് തന്നെ പോവാണ്. അങ്ങാടി ചെങ്ങന്മാരെ ഞാൻ ലൈനിൽ കൊണ്ടുപോയി നിർത്തുകയായിരുന്നു. അപ്പൊ നാളെ എൻ്റെ നാട്ടില് കല്യാണമുണ്ട്. അപ്പൊ ആ കല്യാണ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്. നാളെ കല്യാണം നാട്ടിലത്തെ ഒരു വീട്ടിലാണെങ്കിലും കല്യാണം നടക്കുന്നത് ഇവിടെ വണ്ടൂർ ഒരു ഓഡിറ്റോറിയത്തിലാണ്. അപ്പൊ അവിടെ നിന്നാണ് വിളിച്ചത്. മിക്കവാറും അവിടെ നിന്ന് ഓഡിറ്റോറിയത്തൊക്കെ ഒരു 50 രൂപ ട്രിപ്പായിരിക്കാം. ഇല്ലാതാണെങ്കിൽ അങ്ങാടിയിലേക്കായിരിക്കാം. ലോക്കലുകൾ തന്നെ ഉള്ളൂ. ലോക്കൽ കിടക്കാം കോട്ടിയും പേരിലും. അങ്ങ് അകലെ കാണുന്ന ആ ഒരു പാടത്തിന്റെ അക്കരെയാണ് നമ്മളുടെ പ്രധാന തോടും പാടൊക്കെ കിടക്കുന്നത്. അത് നേരെ അവിടെ നിന്ന് ഒരാളെടുത്ത് ഇപ്പുറത്ത് കൊണ്ടുവരണം. അത്രേ ഉള്ളൂ. 30 റുപ്യൻ്റെ പരിപാടിയാണ്. ഇതാണ്ട് ഈ റോഡിൽ നിറച്ച് വെള്ളം. ഇതൊക്കെ ഒരു കാലത്ത് പാടമായിരുന്നു കേട്ടോ. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഇവിടെ മേലേക്കൊക്കെ വീടുകൾ ഉണ്ടായിരുന്നുള്ളൂ. മറ്റൊന്നും വീടുകളില്ലായിരുന്നു. ഇതിലേക്ക് ഈ കാണുന്ന വെള്ളം ഉണ്ടല്ലോ, ഇതൊക്കെ ഉറവയാണ്. എന്താ പറയാ, പാടമായതുകൊണ്ട് തന്നെ ഇവിടെ ഉറവുണ്ടായിരുന്നു മുമ്പ്. ഈ ഉറവ മഴക്കാലമായി കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ വെള്ളം വരും. വേനലായി കഴിഞ്ഞാലും വെള്ളം ഉണ്ടാവും. പക്ഷേ ഇത് ഓവറായിട്ടൊന്നും ഉണ്ടാവില്ല. ചെറിയൊരു നീര് മാത്രമേ വരുള്ളൂ. ആ ഒരു ഉറവ പല വീടുകളുടെയും മതിലിൻ്റെ ഉള്ളിൽ കൂടെ തറൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ വരുന്ന ഒരു രീതി മഴക്കാലത്ത് ഉണ്ടാവാറുണ്ട്. ഞാനിനി പോകുന്നത് അമ്മൻ്റെ മുതലാളിമാരുടെ അടുത്ത് നിന്നൊരു കല്യാണം. അപ്പൊ ആ കല്യാണത്തിന് ചിന്നും അമ്മയും കുട്ടിയും പോയിട്ടുണ്ട്. ഞാൻ പോയിരുന്നില്ല. അപ്പൊ ഞാൻ അവരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവാണ്. അവരെന്നെ വെയിറ്റ് ചെയ്തിട്ട് ഓഡിറ്റോറിയത്തിൽ. അപ്പൊ അങ്ങോട്ടാണ് ഞാൻ പോകുന്നത്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഉണ്ടാവും കേട്ടോ അവര്. ചോറൊന്നും വേണ്ട, കേറിക്കോ. അറിയാ ഇത് ഓർന്നാ കല്യാണേന്നോ? എന്താ അവിടെ പണി? അവിടെ എന്താ പണി? വള്ളി ചെരുപ്പാ?
ആര് ചെരുപ്പാകാണുണ്ടോ? ആര് അമ്മയോ ചെരുപ്പാകാൻ വേണ്ടി പോയി. തുള്ളിച്ച് ബാങ്ക് കൊടുക്കണം. സമയം 7:30 കേട്ടോ. നമ്മുടെ ആ സ്ഥിരം കൂരാടൊക്കെ എന്ന് പോയതാ. അവരവിടെ നിൽക്കുന്നത് പോലും കാണാനില്ല. ധനശേട്ടന് മുന്നിൽ. ധനശേട്ടനൊന്ന് മാന്തിയാലോ. കാണിക്ക് കച്ചും കുത്തി ഹാൻഡിൽമെന്നെ നിൽക്കണം. അല്ല എന്താ വേറെ ഒന്നുമല്ലേ, ആളുകളൊക്കെ ഉണ്ട് ബസ്സിനാണ്. ധനശേട്ടന് ലോക്കൽ കിട്ടിയാൽ നമുക്ക് ധൈര്യമായിട്ട് മുന്നിലിരിക്കാം. എന്നിട്ട് എൻ്റെ വേക്കത്തോ ഇന്നമാണ്. അങ്ങനെ സമയം ഇവിടെ 8:25 ആളുകൾ കറണ്ട് ഇല്ല. അങ്ങാടിയിൽ ഒരു വെളിച്ചക്കുറവുണ്ടല്ലോ. എത്തോട്ടെന്നെ ഓടിയോ കുട്ടിയാ? ഓടിയോ? പിന്നെ ഭയങ്കര ഹോട്ടലുണ്ട്. ഓടിക്കുവയങ്ങാണല്ലേ ഫസ്റ്റ് കേട്ടെ. എന്താ പറയാ, അതാണിപ്പോ മൊത്തത്തിലുള്ളൊരു അവസ്ഥയാണത്. അതുകൊണ്ട് കാര്യമില്ല, മഴയൊന്നുമില്ല. ഇവിടെ അങ്ങനെ ഫ്രീ ആയിട്ട് ശരിയാകുമോ? ശരിയാവും. ഇനി നേരമ്പൊക്കെ കുറെ നേരം ഉണ്ടല്ലോ. ഇനി ശരിയാവും. ഇനി നാളെ നോക്കാം. എന്തേ ഞാൻ 9 മണി വരെ ഇരിക്കുന്നുണ്ട്. 9 മണിക്ക് വരെ ഇരുന്നിട്ട് ഞാൻ പോവും. ഒരു കോള് വരുന്നു. അത് ശരിയാണ്. ഞാൻ അപ്പം ഇരിക്കൽ തുടങ്ങിയത്. അപ്പോൾ കറക്റ്റ് 9 മണിയായിട്ടുണ്ട്. കറക്റ്റ് 9 മണിയാണ്. ഞാൻ പോവാം, വീട്ടിൽ പോവാട്ടോ. വീട്ടിൽ പോവാം. ബസ് കയറിയുണ്ട്. മൈത്രി എടുക്കാം. ഇത് വണ്ടൂരാൾട്ടാ. 2 രൂപ മുട്ടായി. പിന്നെ ഒരു 10 റുപ്യ കൊണ്ട് പോയി. ഒരു 1 കിലോ പഞ്ചസാര വേണ്ടി വന്നു. ഹലോ എന്താണത്? ആ പാട്ട സൗണ്ട് വെച്ചു. എന്താണ് നോക്കട്ടെ. തുറവൂലേ? പുതിയ ചെരുപ്പാണോ? ഷൂ ചെരുപ്പാ? ഇഞ്ഞുണ്ടോ? അപ്പൊ എത്ര എണ്ണം വാങ്ങിയത്? ഇത് തെളിക്കണൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഇതാര് വാങ്ങി തന്നതാ? അയ്യോ, അമ്മേ? അമ്മയാണോ അച്ഛമ്മയാണോ? അച്ഛമ്മൻ്റെ സമ്മാനം. അച്ഛമ്മൻ്റെ സമ്മാനമാണ് കൂടുതൽ കേട്ടോ എന്നെക്കാളും. ബാഗ് ഇടുന്നിട്ട് വേണം നടക്കാൻ നമുക്കിതില്ല. ലൈറ്റ് കത്തല്ലോ. ലൈറ്റ് കത്തോ? വാ ലൈറ്റ് കത്തില്ലേ? ഞാൻ നീച്ചട്ടെ. ഇതൊരു സംഭവട്ടോ. ഇതൊരു സംഭവിക്കണേ. ഞാൻ അതെന്താ ഇഞ്ഞുണ്ടോ ചെരുപ്പ്? എടുക്ക് നോക്കട്ടെ. ഇത് സ്കൂളിലേക്ക് ഇടാനാ അതോ കല്യാണത്തിനിടാനോ? സൂപ്പറായില്ലേ? എല്ലാം കത്തുണ്ട്. ഓഹോ എല്ലാം പറ്റിക്കണോ അല്ലേ? അപ്പോ ഇന്നത്തെ ഓട്ടത്തെ കുറിച്ചാ ഓട്ടത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ 10, 15, 17, 19, 21, 23, 25, 27, 28, 29. ഇപ്പൊ ഒരു 60 റുപ്യ കൊടുത്തിട്ടോ. 60 റുപ്യ കൊടുത്തിട്ടുണ്ടെങ്കിൽ 35 ഉച്ച വരെ ഓടിയത് 430 റുപ്യക്ക്. അത് 400 റുപ്യ. അപ്പോൾ 750 റുപ്യക്കാണ് ഓടിയത്. 750 റുപ്യടാ. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് അല്ലേ? എന്നാൽ പിന്നെ ഞങ്ങൾ ഈ ഒരു വീഡിയോ വിളിച്ച് വൈൻഡപ്പ് ചെയ്യണം. അടുത്തല്ല വീട്ടിൽ കാണുക. എന്താ ഉറക്ക പറയും. ടാറ്റ ഉമ്മ, ഗുഡ് നൈറ്റ്. ബൈ.